Our first lesson is Cascades of Life. We know that there are different types of living things in the world. Yes, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജീവികൾ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. മനുഷ്യനും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അറിയോ നമ്മൾക്ക് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്? ഒരു കാര്യം നമുക്കുറപ്പാണ്, നമ്മുടെ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് മൃഗങ്ങളുണ്ട്, ഒരുപാട് പക്ഷികൾ, മത്സ്യം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവിങ് തിങ്സ്, ചെറുതും വലുതുമായ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ജീവികളായിട്ടുള്ള ഉറുമ്പ് വരെയുണ്ട്, ആൻഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്, മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. സ്റ്റുഡൻസ് എല്ലാവരും ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ആയിട്ടുള്ള പേജ് നമ്പർ 8 കണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ഡൗൺ ദ ഓർഗാനിസം ഗിവൺ ബിലോ ഇൻ ദ ഓർഡർ ഓഫ് ദെയർ സൈസ്, ലെറ്റ് ദ ബിഗർ ബി ദ ഫസ്റ്റ്. ആ പിരമിഡിൽ ഇൻവേർട്ടഡ് പിരമിഡിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും വലിയ ജീവി ഏതാനാണ്? അതിൻ്റെ സൈസിനനുസരിച്ച് ഏറ്റവും വലിയ ജീവി ഏറ്റവും മുകളിൽ എഴുതുക, അതിനേക്കാൾ ചെറിയ ജീവി അതിനെ താഴെ എഴുതുക, അതിനേക്കാൾ ചെറുത് അതിൻ്റെ സീനിയോറിറ്റിയിൽ എഴുതുക. കണ്ടോ? ഉറുമ്പാണ് ആൻഡ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഉറുമ്പിനേക്കാൾ വലുതാണ് എന്ത്? ഗോട്ട് അഥവാ ആട്. ജീവികളെ അവരുടെ സൈസ് അനുസരിച്ച് അഥവാ വലുപ്പം അനുസരിച്ച് ഓർഡർ ആക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഏറ്റവും ചെറുത് ഉറുമ്പായിട്ടും അതിനേക്കാൾ വലുത് ഗോട്ട്, ആട്, ഹോഴ്സ്, ക്യാമൽ, എലിഫൻ്റ് എന്നിങ്ങനെ കിട്ടും. പക്ഷേ ഉറുമ്പിനേക്കാൾ ചെറിയ ജീവികൾ എന്തെങ്കിലും ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. ഉറുമ്പിനേക്കാൾ വലുതുണ്ട്, പക്ഷെ ഉറുമ്പിനേക്കാൾ ചെറിയ ജീവികളുണ്ടോ? ഉറുമ്പിനേക്കാൾ ചെറിയ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെ കാണാൻ സാധിക്കാത്ത ജീവികൾക്ക് നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, നമ്മുടെ കൊറോണ എന്ന വൈറസാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വൈറസിനെ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുമോ? ഉറുമ്പിനേക്കാൾ ചെറിയ ജീവികൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവക്ക് പറയുന്ന പേരാണ് മൈക്രോ ഓർഗാനിസം. ദ ഓർഗാനിസം ബൈ വിച്ച് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ കഴിയുക? Yes, there is an instrument used to observe the microorganism. Yes, microscope. It is used to observe the microorganism. ചെറിയ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളെ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വീക്ഷിക്കുന്നു. എല്ലാവരും പേജ് നമ്പർ 8 കണ്ടിട്ടുണ്ടാവും ഒരു മൈക്രോസ്കോപ്പിൻ്റെ ചിത്രം. ഒരു നോർമൽ മൈക്രോസ്കോപ്പാണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് തൊട്ടടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സീസർ വേണം, കത്രിക, ഒരു ടാപ്പ്, സെല്ലോ ടാപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെള്ളം, അതുപോലെ തന്നെ ഒരു പീസ് ഓഫ് പേപ്പർ. അടുത്തതായി ചെയ്യാനുള്ളത് ഈ പേപ്പറിൻ്റെ നടുവശത്ത് ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. യെസ്, കത്രിക ഉപയോഗിച്ച് അതിൻ്റെ പേപ്പറിൻ്റെ നടുവശം നമ്മളൊരു റെക്റ്റാങ്കിൾ രൂപത്തിൽ കട്ട് ചെയ്തു. ഇനി അടുത്തത് സെല്ലോ ടാപ്പ് എടുത്തിട്ട് ആ ഹോളിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. അതെ, സെല്ലോ ടാപ്പ് എടുത്ത് അതിന് നടുവശം ഒട്ടിച്ചിട്ടുണ്ട്.
ഇനി ചെറുതായിട്ട് ഇതിന് മുകളിൽ ഒരു വെള്ളത്തുള്ളി ഉറ്റിക്കുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു ഡോട്ട് കാണാം. ആ ഡോട്ടിനെ നമുക്ക് വലിയ രീതിയിൽ എങ്ങനെ കാണാൻ സാധിക്കും? ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ നല്ല വലുപ്പത്തിൽ കാണാൻ കഴിയുന്നതാണ്. കണ്ടോ? ജസ്റ്റ് കണ്ടല്ലോ. ഈ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ സാമ്പിളൊക്കെ അതിലൂടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജീവികളെ നമുക്ക് അതിലൂടെ കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെയെന്ന് നോക്കാം. അങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒന്നാണ് അമീബ. ഏകദേശം ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന ഒരു ലിവിങ് തിങ് ആണ്. ഏറ്റവും മൈക്രോ ഓർഗാനിസത്തിൽ പെട്ട ജീവിയാണ്. ഈ മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈക്രോസ്കോപ്പിലൂടെയാണെന്ന് പറഞ്ഞു. അമീബ, അതുപോലെ തന്നെ പാരമീസിയം, യുക്ലീന, ഈ 3 ജീവികൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഈ 3 ജീവികളാണ്. ഇതെല്ലാം മൈക്രോ ഓർഗാനിസത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറയുകയുണ്ടായി നമ്മുടെ മനുഷ്യ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെപ്പറ്റി. യെസ്, ബേസിസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്, നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ എങ്ങനെയാണ്, ആ ശരീരം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ ഈ പാഠത്തിൻ്റെ ആദ്യം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയെന്ന് നോക്കാം. യെസ്, അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. നമ്മുടെ ശരീരം കല്ലുകളെ പോലെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് വലിയ വലിയ കല്ലുകൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരവും ചെറിയ ചെറിയ ബോക്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ചെറിയ ബോക്സുകളെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. സ്മോൾ യൂണിറ്റ് ഓഫ് ബോഡി ആർ കോൾഡ് സെൽസ്. ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് പറയപ്പെടുന്ന പേരാണ് സെൽസ്. ഇപ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മുടെ മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസുകളെ കൊണ്ടാണ്, അഥവാ കോശങ്ങളെ കൊണ്ടാണ്. ചെറിയ ചെറിയ കോശങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ മനുഷ്യനെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ചെറിയ ഉറുമ്പിനെ പോലും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സെൽസ് ഉപയോഗിച്ചിട്ടാണ്. അവരുടെ ശരീരത്തിൻ്റെ ഉള്ളറകളിലേക്ക് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരീരത്തിനുള്ളിൽ സെൽസുകളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എലഫൻറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞ എലഫൻറ്റിനെ പോലും നമ്മൾ ഡിസെക്ഷൻ ചെയ്തിട്ട് നോക്കുകയാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ അംശമെടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയും സെൽസിനെ നമുക്ക് കാണാൻ കഴിയും. യെസ്, ദ സ്മോൾ യൂണിറ്റ് ഓഫ് ബോഡി ആർ കോൾഡ് സെൽസ്. നമ്മൾ പറഞ്ഞു മനുഷ്യനെ പോലെ തന്നെ വലിയ ജീവികളുണ്ട്, അതുപോലെ തന്നെ ഉറുമ്പിനെ പോലെ ഏറ്റവും ചെറിയ ജീവികളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ചെറിയ ജീവികൾ, ഉറുമ്പിനേക്കാൾ ചെറിയ ജീവികളും ഉണ്ട് എന്നാണ്. യൂണിറ്റ് സെൽസ് ഉള്ള ജീവികൾ വരെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമീബ, പാരമീസിയം, അതുപോലെ തന്നെ യുക്ലീന എന്നിവയൊക്കെ ഒരൊറ്റ കോശമുള്ള ജീവികളാണ്. ഒരിക്കൽ പോലും നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളാണ് ഇവയെല്ലാം. ഇവർക്ക് ഒറ്റ സെൽസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു സ്മോൾ യൂണിറ്റാണ് ഇവരെ ജീവൻ നിലനിർത്തുന്നത്. അതിന് നമ്മൾ സെൽസ് എന്ന് വിളിക്കുന്നു. ഇവ അമീബയും പാരമീസിയം എല്ലാം സിംഗിൾ സെൽ അല്ലെങ്കിൽ യൂണി സെല്ലുലാർ ഓർഗാനിസം എന്ന് നമ്മൾ വിളിക്കുന്നു. യൂണിസെല്ലുലാർ ഉണ്ടെങ്കിൽ അപ്പോൾ മനുഷ്യനെ നമ്മൾ ഏത് ഗണത്തിലാണ് പെടുത്തുന്നത്? യെസ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് ഓൺലി വൺ സെൽ. എക്സാമ്പിൾസ് അമീബ, പാരമീസിയം, യുക്ലീന, ബാക്ടീരിയ, വൈറസ് എക്സെട്ര ലൈക്ക് ദാറ്റ്. അതായത് ജീവികൾക്ക് ഒരൊറ്റ കോശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവ ഒരിക്കലും നമ്മുടെ സാധാരണ നമ്മൾ കണ്ണുകൾ ഉപയോഗിച്ച് ഒരിക്കൽ പോലും കാണാൻ സാധിക്കാത്ത ഒന്നാണ്. നമ്മുടെ കൊറോണ എക്സാമ്പിൾ, കൊറോണ വൈറസാണ് പരത്തുന്നത്. ആ വൈറസിനെ പോലും നമ്മൾ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത
ഒന്നാണ്, അതുപോലത്തെ ജീവികളാണ്. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ, ഒരൊറ്റ കോശമുള്ള ജീവികളെന്ന് പറയുമ്പോൾ മനുഷ്യനെ പോലെ, ആനകളെ പോലെ, അതുപോലെ തന്നെ മറ്റു നമ്മളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുന്ന വിധത്തിലുള്ള ജീവികളുടെ സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ കോശമാണോ മനുഷ്യനുള്ളത്? കോടാനുകോടി സെൽസുകളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ജീവികളിലൊന്നാണ് മനുഷ്യൻ പോലും. അപ്പോൾ അങ്ങനത്തെ ജീവികൾക്ക് നമ്മൾ എന്താ പേര് വിളിക്കുക? അവക്ക് പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. The organisms by which more than one cell in their body. ഒരു സെല്ലിലേക്കാൾ കൂടുതൽ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവക്ക് വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അതിൻ്റെ എക്സാമ്പിളാണ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പ്ലാന്റ്സും അനിമൽസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അനിമൽസ് അതുപോലെ തന്നെ പ്ലാന്റ്സ്, ഒരുപാട് വലിയ മരങ്ങളുണ്ട്, ഒരുപാട് വലിയ മൃഗങ്ങളുണ്ട്. അനിമൽസിലാണ് മനുഷ്യൻ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുന്നതാണ് അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ. അപ്പോൾ അവക്ക് വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ബോഡി ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. നാം ഇന്നലെ ഡിസ്കസ് ചെയ്തു, മനുഷ്യൻ്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൂടി ചേർന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ ശരീരമെല്ലാം സെൽസുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ അഥവാ ഫാദറിൻ്റെ ശരീരവും സെൽസുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ സെൽസ് ആൻഡ് യുവർ ഫാദേഴ്സ് സെൽസ്? നിങ്ങൾ വളരെ സ്മോളാണ്, നിങ്ങളുടെ ഫാദർ നിങ്ങളെക്കാൾ വലുതുമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള സെൽസിൻ്റെ വലുപ്പം ചെറുതും നിങ്ങളുടെ ഉപ്പയുടെ ശരീരത്തിലുള്ള സെൽസിൻ്റെ വലുപ്പം വളരെ കൂടുതലുമാണോ? എന്താണ് നിങ്ങളുടെ ഡൗട്ട്? ലെറ്റ് us do an experiment which is related to something is related to your cells and your father's cells. Let us observe the cells of you and your father. നമുക്ക് ഒന്ന് വീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ട് ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി, വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Yes, what is the aim of this experiment? We want to check the size of your cells and your father's cells. നിങ്ങളുടെ ശരീരത്തിലുള്ള സെൽസിൻ്റെയും നിങ്ങളുടെ ഉപ്പയുടെ ശരീരത്തിലുള്ളയും ഉപ്പയുടെ സെൽസിൻ്റെ സൈസും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലെന്തൊക്കെയാണ് വേണ്ടത്? മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ എന്താ വേണ്ടത്? മൈക്രോസ്കോപ്പ് വേണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് സ്ലൈഡ്, പ്യുവർ വാട്ടർ, ബ്ലൂ സ്റ്റെയിൻ, ന്യൂ ടൂത്ത് ബ്രഷ്. അത് നിങ്ങൾക്ക് പേജ് നമ്പർ 10 കാണാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുപയോഗിച്ചാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന അവിടെ ഒരു ചീക്ക് സെല്ല് നിങ്ങൾ കണ്ടോ? ചീക്ക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായക്കകത്തുള്ള കവിളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലെ കവിള ഭാഗം, ദ ഇന്നർ സൈഡ് ഓഫ് ദ മൗത്ത്, അവിടെ ആണ് ചീക്ക് സെല്ല് ഉണ്ടായിരിക്കുക. അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ നിന്ന് നമുക്ക് ചീക്ക് സെല്ല് കളക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്തത് നമ്മൾ സ്ലൈഡിൽ വെച്ച്, ആ സ്ലൈഡ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും നിങ്ങളുടെ സെല്ലാണോ നിങ്ങളുടെ ഉപ്പയുടെ സെല്ലാണോ ഏറ്റവും വലുത്. നിങ്ങളുടെ ഉപ്പ വലുതാണല്ലോ, നിങ്ങൾ ചെറുതാണ്. അപ്പോൾ നിങ്ങളുടെ സെൽസ് ചെറുതാവോ, നിങ്ങളുടെ ഉപ്പയുടെ സെൽസ് വലുതാവോ? എന്തായിരിക്കും ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ചെറിയ വീടുണ്ടാക്കാനും ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനും നമ്മൾ സെയിം സൈസുള്ള കല്ലുകളാണ് ഉപയോഗിക്കുന്നത്.
ലാർജർ ബിൽഡിങ്ങിന് ലാർജർ ബ്രിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെയിം ആസ് സ്മോളർ ദാൻ ദാറ്റ് ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു വീടിന് നമ്മൾ ചെറിയ കല്ലുകൾ ഉപയോഗിക്കുന്നില്ല. എല്ലാത്തിനും സെയിം സൈസുള്ള കല്ലുകളാണ് ഉപയോഗിക്കുക. നിങ്ങളുടെ കേസിൽ എന്തായിരിക്കും വരിക? നിങ്ങളുടെ സൈസ്, നിങ്ങളുടെ സെൽസിൻ്റെ സൈസും അതുപോലെ തന്നെ നിങ്ങളെ ഫാദർ സെൽസിൻ്റെ സൈസും സെയിം ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ആൻസർ ഓഫ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, there are millions of cells in the human body. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരം എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസുകളെ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സെൽസ് നമ്മുടെ ശരീരത്തിലുണ്ടാവും? ഇറ്റ് ഈസ് സെഡ് ടു ബി there is millions of cells. മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakh എന്നാണ്. 10 ലക്ഷം. 10 lakh മില്യൺസ് ആണ് പറയില്ലേ, അപ്പോൾ 10 lakhs എന്ന് പറയാൻ പറ്റും. ദശലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിൽ അതിൽ കൂടുതൽ വരും, കോടിയിലധികം വരും. സോ millions of cells in the human body. We know that human body is made with about millions of cells. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. കിഡ്നി, ബ്ലഡ് വെസൽസ് എക്സെട്രാ ലൈക്ക് ദാറ്റ്. കിഡ്നി ഒരുപാട് ഹേർട്ടായിട്ടും അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് സെൽസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ഇറ്റ്. പേജ് നമ്പർ 11 2 പിക്ചർ നിങ്ങൾക്ക് കാണാം. ബോട്ടമിൽ 2 പിക്ചർ നിങ്ങൾക്ക് കാണാം. ഒന്ന് റെഡ് കളറിലാണ്. ദാറ്റ് ഈസ് റെഡ് ബ്ലഡ് കോർപ്പസൽസ്. നമ്മുടെ രക്തത്തിൽ സാമ്പിൾ നമ്മൾ പരിശോധിച്ച് നോക്കും. ലാബിലൊക്കെ പോവുകയാണെങ്കിൽ രക്തത്തിൻ്റെ സാമ്പിൾ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുക. ദ അനദർ വൺ ഈസ് ചീക്ക് സെൽ. RBC, റെഡ് ബ്ലഡ് സെൽസ് ഓർ റെഡ് ബ്ലഡ് കോർപ്പസൽസ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡിൽ കാണുന്ന ആണ്. ചുവന്ന നിറത്തിലെ ബ്ലഡ് കണ്ടിട്ടില്ലേ, ചോര കണ്ടിട്ടില്ലേ എല്ലാവരും, അതിൽ ഉള്ളതാണ്. ദെൻ നമ്മുടെ മൗത്തിലുള്ളതാണ് ചീക്ക് സെൽസ്. ദെൻ സി മസിൽ സെൽസ്, ദാറ്റ് ഈസ് ബിലോങ്സ് ടു ബോഡി മസിൽസ്. നമ്മുടെ ഫ്ലഷിലൊക്കെ കാണുന്നതാണ് ആ സെൽസ്. ദെൻ ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്നതാണ്. സെൽസുകളെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലെ ഇതുപോലെ തന്നെ ബ്രെയിനിൽ മാത്രമല്ല ഒരുപാട് ശരീര അവയവങ്ങൾ നമുക്കുണ്ട്. ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് നമ്മുടെ ബോഡിക്ക്. എല്ലാ ബോഡി പാർട്സിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസുകൾ ഇൻക്ലൂഡഡ് ആണ്. അതിൽ സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ ദർ. ഇനി ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ ഇൻസൈഡ് ദ സെൽ. വാട്ട് ഈസ് ഇൻസൈഡ് ദ സെൽ? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഇൻസൈഡ് ദ സെൽ, ആൻഡ് ദിസ് ഈസ് ഇൻസൈഡ് ഓഫ് ദ സെൽ. ആനിമൽ സെൽസും ഹ്യൂമൻ സെൽസും സെയിം ആണ്, രണ്ടും ഒരുപോലെയാണ്. നിങ്ങൾക്ക് സംശയം വരാം, അതുകൊണ്ടാണ് അനിമൽ സെൽസും ഹ്യൂമൻ സെൽസും ഒരുപോലെയാണെന്ന് പറയാൻ കാരണം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ സെൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ, പ്യൂർ റെക്റ്റാങ്കുലർ അല്ല, എന്നിരുന്നാലും ഇതൊരു സോളിഡ് ഫിഗറാണ്. ഇത് 2 ഡയമെൻഷണൽ ഫിഗർ വരച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണിക്കുന്നത്. സോ ഇതിനൊരു പുറത്തൊരു വാളുണ്ട്. ഇതിന് നമ്മൾ സെൽ മെംബ്രെയിൻ എന്നാണ് വിളിക്കുക. സെൽ മെംബ്രെയിൻ. വാട്ട് ഡു യു മീൻ ബൈ സെൽ മെംബ്രെയിൻ? ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ദ സെൽ മെംബ്രെയിൻ, കവറിങ് ഓഫ് സെൽസ്. ഈ സെല്ലിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? സെൽ മെംബ്രെയിൻ. ദെൻ വാട്ട് യു മീൻ ബൈ ന്യൂക്ലിയസ്? ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽസ്. ഈ കാണുന്ന ഭാഗമാണ്
ന്യൂക്ലിയസ്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഫങ്ഷൻസും ഇവിടെ വെച്ചാണ് നടക്കുന്നത്, ഈ സെൻറ്റർ പാർട്ട് ഓഫ് ദി സെൽസിൽ വെച്ചാണ്. ദെൻ വൺ പാർട്ട് ഈസ് റിമൈനിങ്, ദാറ്റ് ഈസ് സൈറ്റോപ്ലാസം. ഇത് രണ്ടും ഒഴികെയുള്ള ബാക്കിയുള്ള ഒരു വാക്വം സ്പേസ് ഉണ്ട്, അവിടെ മാട്രിക്സ് ഫില്ലഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ ഇൻസൈഡിൽ ഉള്ളിൽ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? മെട്രിക്സ്, ഒരു ഫ്ലൂയിഡ് പോലത്തെ ഒരു വസ്തു ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആനിമൽ സെൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ സെല്ലിനെ പറ്റി ആയിരുന്നു. ഇനി മറ്റൊരു ജീവികൾക്ക്, ലിവിങ് ബീയിങ്സ് കൂടിയില്ലേ, ലിവിങ് തിങ്സ് കൂടിയില്ലേ? എന്താണത്? പ്ലാന്റ്സ് ആണല്ലേ. പ്ലാന്റ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും? പ്ലാന്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പ്ലാന്റ്സിനും ഇതുപോലെ സെൽസുകൾ ഉണ്ടോ? ഒന്ന് നോക്കാം. യെസ്, പ്ലാന്റ് ബോഡി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്പെരിമെന്റ് 2 ആണ്. പ്രിപ്പയറിങ് എ സ്ലൈഡ് ഓഫ് ഓണിയൻ പീൽ. അതായത് ഈ എക്സ്പെരിമെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓണിയൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും. ഈ ഓണിയൻ്റെ ഇതളുകൾ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് അതിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ചെറിയ സെൽസുകൾ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ ഓണിയൻ്റെ രൂപം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സെൽസ് ഓഫ് ഓണിയൻ പീൽ ലൈക്ക് ദിസ്. ഇതെല്ലാം ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഉള്ളിയുടെ ഓണിയനിൻ്റെ ആ ഇതളുകളിൽ കാണാൻ കഴിയുന്ന സെൽസുകളാണ്, ഗ്രൂപ്പ് ഓഫ് സെൽസ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പ്ലാന്റ് ബോഡിയും ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസുകളെ കൊണ്ട് തന്നെയാണ്, അല്ലേ? അതല്ലേ മനസ്സിലായ കാര്യം? പേജ് നമ്പറിൽ കാണാൻ കഴിയുന്ന മറ്റൊരു പിക്ചറാണ് ഗാർഡ് സെൽസ്. നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗാർഡ് സെൽസിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ്സിലുള്ള ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലേ? റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് പ്ലാന്റ്സിന്. അപ്പോൾ അവിടെയൊക്കെയുള്ള സെല്ലുകളുടെ സൈസും ഷേപ്പും ഒക്കെ ഒരുപോലെയാണോ? അല്ല, ഡിഫറെൻ്റ് ആണല്ലേ? ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ 2 സെൽസുകൾ തന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് അനിമൽ സെൽസും അതുപോലെ തന്നെ പ്ലാന്റ് സെൽസും. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. ഫസ്റ്റ് നമുക്ക് അനിമൽ സെല്ലിൻ്റെ സെക്ഷനിൽ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്തായിരുന്നു? ഇതിന് പറയുന്നൊരു പേരുണ്ടായിരുന്നു, കവറിങ് ഓഫ് ദ സെൽ. അതിനൊരു പേര് പറയും. അതുപോലെ തന്നെ ദ സെൻറ്റർ പാർട്ട് ഓഫ് ദ സെൽ, ഇതിനൊരു പേര് പറയും. ആൻഡ് ഓൾസോ ഈ മെട്രിക്സ്, ഇതിനൊരു പേരും കൂടി പറയുമായിരുന്നു. ഇൻസൈഡ് ഓഫ് ദ ദിസ് വൺ എന്തായിരിക്കും അത്? ഇനി അത് അനിമൽ സെല്ലിൻ്റെ പ്രത്യേകതയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ടോ ഈ 2 പിക്ചറിലും? ഇതെന്താണ്? കവറിങ് ഓഫ് ദ സെൽ. വാട്ട് ഈസ് ദിസ്? എന്തെങ്കിലും ഡിഫറെൻ്റ് ഉണ്ടോ എന്നതിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ സെൻറ്റർ പാർട്ട് ഓഫ് ദ സെൽ? ഇതിന് പറയുന്ന പേരെന്താണ്? നമ്മൾ ഈ പ്ലാന്റിൽ കാണാൻ കഴിയാത്തതാണ് ഇവിടെ കാണുന്നത് അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ എന്താണ്? വാട്ട് ഈസ് ദിസ്? ഇനി നമുക്ക് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. യെസ്, ഫിൽ ചെയ്തു. വാട്ട് ഈസ് ദ സെൻറ്റർ പാർട്ട് ഓഫ് ദിസ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആനിമൽസ് ഡിഫറൻഷിയേറ്റ് ദ ആനിമൽ സെൽ ആൻഡ് ദ പ്ലാന്റ് സെൽ. രണ്ടിനും ന്യൂക്ലിയസ് ഉണ്ടോ? ഓക്കെ, രണ്ടിനും ന്യൂക്ലിയസ് ഉണ്ട്, സെൻറ്റർ പാർട്ട് ഉണ്ട്. ഇനി
എന്തൊക്കെയാണ് അനിമൽ സെൽസിൽ ഇല്ലാത്തത് ഇതിലുള്ളത്? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കേ. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിന് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ സെൽവാള്, അതുപോലെ തന്നെ ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ് അല്ലേ? ബാക്കിയെല്ലാം രണ്ടിലുണ്ട്. വാക്യൂളിൻ്റെ സൈസ് ഇവിടെ പ്ലാന്റ് സെല്ലിനെ അപേക്ഷിച്ച് എന്താണ്? ചെറുതാണ് അല്ലേ? വാക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സ്പേസ് ആണ്, വാക്വം ആണ് കേട്ടോ, എയർ സ്പേസ് ആണ് അവിടെ ഉള്ളത്. ഇനി സെൽ മെംബ്രെയിൻ ബാക്കിയെല്ലാം സെയിം ആണ്. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ പാർട്ട് ഓഫ് ദ സെൽ. ഓക്കെ, ദെൻ സൈറ്റോപ്ലാസം. വാട്ട് ഡു യു മീൻ ബൈ സൈറ്റോപ്ലാസം? Cytoplasm is the matrix filled in inner the cell membrane. And what do you mean by the cell membrane? Cell membrane is the covering of the cell. ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. സെൽ വാൾ എന്നത് സെൽ മെംബ്രെയിൻ കഴിഞ്ഞിട്ടുള്ള ഒരു കവറിങ് ആണ്. അതൊരു ശരിക്കൊരു മതിൽ പോലെ തന്നെ ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ പാർട്ട് ഓഫ് ദ സെൽ, രണ്ടിനുമുണ്ട്. ദെൻ സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻ്റ് കൊണ്ടാണ് പ്ലാന്റ്സ്, അവർക്കൊരു പ്രത്യേകതയുണ്ട്. സ്വന്തമായിട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നവയാണ് പ്ലാന്റ്സ് അല്ലേ? അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ് അതെല്ലാം നടക്കുന്നത്. സെൽ വാൾ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ സെൽ. ആൻഡ് വാക്യൂൾ, ദെൻ സെൽ മെംബ്രെയിൻ ഈസ് ദ കവറിങ് ഓഫ് ദ സെൽ ആൻഡ് സൈറ്റോപ്ലാസം ഈസ് ദ matrix filled inside the cell membrane. പേജ് നമ്പർ 14 ഒരു ടാബിൾ ഉണ്ട്. ആ ടാബിൾ ഫില്ല് ചെയ്യുക, നോക്കുക. ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാനാണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സ്പെരിമെൻറ്റ്. ഇവിടെ നമ്മൾ മുകളിൽ ഓണിയൻ പീലിൻ്റെ എക്സ്പെരിമെൻറ്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്റ്റെമ്മിൻ്റെ, സാധാരണ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്ന പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രൂപത്തിലുള്ള സെൽസിനെ കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.